ശരപ്പൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂത്തരാവില്ലേ ദുരാഗം നിന്നെ തേടുന്നു ശരപ്പൊളി മാല ചാർത്തി. ശരപ്പൊളി മാല ചാർത്തി. ശരപ്പൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂത്തരാവില്ലേ ദുരാഗം നിന്നെ തേടുന്നു ശരപ്പൊളി മാല ചാർത്തി. നിഗരിഗ സരി നിസ നിസരി നിസരി മപനി ആ ഗൗരി ചേച്ചി വലിയൊരു പാട്ടല്ലേ? അതെ. എങ്ങനെ ഉണ്ടായടാ പ്രാക്ടീസ് ഒക്കെ? പ്രാക്ടീസ് ചെയ്ത പോലെ പാടാൻ പറ്റിയോ? ഇല്ല ഇല്ല. ഇല്ല, എന്ത് പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു. പക്ഷേ ശരത് സാർ പൊളിയാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഓ ശരത് പൊളി. എനിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാനും എന്റെ പാർട്ടിയും രാജിവെക്കുകയാണ്. സർ പ്ലീസ് സർ, ഞങ്ങൾ എല്ലാരും അത് പറയുന്നു. ശരത് സാർ പൊളിയാണെന്ന് ഇങ്ങനെ പറയായിരുന്നു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം.
MG സർ. നമ്മുടെ ഗൗരി എന്നെ പറഞ്ഞു, കാരണം ഉദ്ദേശിച്ച പോലെ പറ്റിയില്ല അല്ലേ അണ്ണാച്ചി? അതെ അതെ തീർച്ചയായിട്ടും. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു എന്ത് പറ്റി. അപ്പൊ കയറുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് ശരത്ത് പറഞ്ഞു നല്ല പാട്ടുകാരിയാ, നന്നായിട്ട് പാടും. അപ്പം ഞാനിങ്ങനെ ഇപ്പം നോക്കിയപ്പം ശരപ്പുളി മാല ചേർത്ത് അത് നല്ലൊരു പാട്ടും. പക്ഷെ മോക്ക് കൈവിട്ടുപോയി, അതാണ് സത്യം. എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്വാസം കിട്ടാതെ വന്നൊരു സ്ഥലമുണ്ട്. മോക്ക് ആദ്യത്തെ ഹമ്മിങ് കുറച്ച് പ്രശ്നമായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലാതെ പാട്ട് പാടി വന്നപ്പോൾ നന്നായിരുന്നു. വൈശാഖം പോലെ അനുബലമില്ല. പിന്നെ ശരപ്പുളിമാലയ്ക്ക് ശ്വാസമില്ല, ആ പോലെയുടെ സംഗതിയും പോയി. ആ പോലെ എന്നെ അങ്ങ് പോയി. പിന്നെ അതുപോലെ അങ്ങ് അവസാനം വരെ കൈവിട്ടുപോയി. അതാണ് പറ്റിയ പ്രശ്നം. കാരണം ശ്രുതി ചേരുന്നില്ല. പിന്നെ ഈ സ്വരം പാടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അകാരം പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ എന്താണ് ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ടച്ചസ് ഉണ്ടല്ലോ. രീഗരി രിഗരി ആ എന്ന് പറഞ്ഞാൽ പോയി. അത് ആ ഗമകവും ആ ശക്തിയും കിട്ടിയില്ല. മോള് തന്നെ പറഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പം എന്നിട്ടും ശരത്ത് വിടുന്ന് പറയായിരുന്നു, ഓ പൊളിയാണെന്ന്. അതെന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ പൊളിയാണ് ശരത് ഞാൻ പൊളിയെന്നാ. പറഞ്ഞതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അണ്ണാ എങ്ങനെ പാടി? ഓ പൊളിയായിരുന്നു. ഞാൻ പറഞ്ഞേ ആ കുട്ടി പറയുന്നു, അതായത് പ്രാക്ടീസ് അത്രയും പാടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറഞ്ഞു പൊളിയായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് കാണിച്ചു, ദേ ശരത്ത് പൊളി. അത് കഴിഞ്ഞ ഉടനെ പാറു പറയുകയും ചെയ്തു. എന്തൊരു കോയിൻസിഡൻസ് ആയിരുന്നു. മഹാഭാഗ്യം അല്ലേ? ഇതാരാ എഴുതിയത് മോളെ? ഇത് രമേശൻ നായർ സർ. അണ്ണൻ വല്ലതും പറഞ്ഞായിരുന്നു? അല്ലല്ല, ഇല്ല. മനുവിന്റെ അടുത്ത് ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോന്റെ അടുത്ത് ആ എപ്പോഴെങ്കിലും അച്ഛൻ എഴുതുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് പറയണേ. അപ്പൊ ഇത്രയും എഴുതുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇപ്പം ശരത്കാല സന്ധ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോവാം, കുഴപ്പമില്ല. ഇത് ശരത്ത് പൊളി മാല ചാർത്തി എന്ന് പറഞ്ഞു. ശരത്ത് മാല ചാർത്തിയത് പൊളി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഡോണ്ട് വറി, ഇല്ല അതുകൊണ്ട് ഇല്ല വിഷമിക്കാൻ വേണ്ട. ഇല്ല, ഇല്ല. ഒന്നും വേണ്ട. അടുത്ത പാട്ട് കഴിഞ്ഞു, അടുത്ത പാട്ട് നോക്കുക കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ശരത് സർ. ഗൗരി സർ. അസാധ്യ പാട്ട്, പക്ഷെ ഗൗരിയുടെ കയ്യിൽ അങ്ങോട്ട് നിന്നില്ലെന്ന്. കയ്യിൽ കുഴപ്പമില്ല. അത് മനുഷ്യരല്ല നമ്മൾ. എന്നാലും മനുഷ്യരാണെങ്കിലും നിങ്ങൾ ഈ സമയത്ത് ഒരു കോമ്പറ്റീഷന് വന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് പോകരുത്. ഇന്ന പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനാണ് ഞാനല്ല ഞങ്ങൾ കേട്ടോ. നമ്മുടെ കാര്യം നിങ്ങൾ കുറച്ച് ഡൗൺ ആകുമ്പോൾ അപ്പുറത്തെ മഞ്ചരിയും ഇപ്പുറത്തെ അണ്ണനും നമ്മളെല്ലാം കൂടി ഇരുന്നിട്ടൊരു ആശയക്കുഴപ്പത്തിലാവും. എന്ത് പറ്റിയെന്ന്. അല്ല, നിങ്ങളൊക്കെ ഇടിവെട്ടായിട്ട് പെർഫോം ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ അച്ഛനമ്മമാരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന 3 പേരാണ് ഞങ്ങൾ. കാരണം നമ്മുടെ ഷോയുടെ നട്ടെല്ല് നടന്നാൽ നിങ്ങളാണ്. അതുകൊണ്ടാണ് കേട്ടോ. ആ സ്വരമുണരാതെ അതിനൊരു സുഖമുള്ള ഫ്രേസ് അല്ലേ അത്? അതെ അതെ. അതാ അപ്പം അത് നന്നാക്കണ്ടേ. പിന്നെ വരമംഗളം അരുളും അതാ ഞാൻ നോട്ട് ചെയ്ത് വരച്ചതിൻ്റെ എൻഡ്. അതൊക്കെ ശരിയാവാം കേട്ടോ. ഉയിരിന് പോലും അത് ഇതൊക്കെ ശരിയാവണം. പിന്നെ ജീവനിൽ മധു ആ ഓക്കെ സർ. അപ്പൊ തകർക്കണം. ഇനി ഇത് ഒരു ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഒന്നും പോവരുത്. ഒക്കെ ആയിരിക്കണടാ കേട്ടോ. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. ഗൗരി മാം. ഗൗരിയുടെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ അച്ഛമ്മയുടെ പേര് ഗൗരി എന്നാണ്. താങ്ക് യു മാം. എനിക്ക് എൻ്റെ ഒരു ഫേവററ്റ് പേരാണ് ഗൗരി. അതുകൊണ്ട് ഗൗരി മാം സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു മാം. ഈ ഡ്രസ്സും ഇതുപോലെ ആരെങ്കിലും ആന്റി തന്ന ഡ്രസ്സിൽ വൺ ഓഫ് ദി ഡ്രസ്സസ് ആണിത്. ഓക്കെ. ആന്റി എന്ന് പറ, പേരും കൂടെ പറയേ. ലൈസ. ലൈസ. ഓക്കെ ഓക്കെ. എന്തായാലും നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ഇതൊക്കെ മാച്ചിങ് അല്ലേ? കമ്മൽസ് എല്ലാം മാച്ചിങ്. എല്ലാം മാച്ചിങ് ആണ്. അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പച്ച നെയിൽസ് ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്രാവശ്യം ഉണ്ടോ? ചേച്ചിക്ക് ഓർമ്മ. ഇപ്രാവശ്യം പച്ചയല്ല, വയലറ്റാ. വയലറ്റാ. മൊത്തത്തില് വയലറ്റ് ആണ്. ഓഹോ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മോളെ. പാട്ട് സെലക്ഷൻ, പിന്നെ മോള് പാടിയതും നന്നായി പാടി. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ചില പാട്ടുകൾക്ക് അതിൻ്റെ ഒരു ഫീൽ, അതിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് കുറച്ച്, സ്പെഷ്യലി ജാനകിയമ്മ ആൻഡ് ദാസേട്ടൻ 2 പേരും കൂടി പാടിയ പാട്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യുവറ്റിൻ്റെ ആ ഒരു ഭംഗിയാണ് ശരിക്കും. അതങ്ങനെ വേണം ശരിക്കും. അത്തരത്തിലുള്ള പാട്ടുകൾ ഡ്യുവറ്റായിരിക്കുന്നതാണ് അതിനൊരു ഭംഗി. കാരണം അതൊരു മെയിൽ സ്വരം പാടിയിട്ട് പിന്നെ ഫീമെയിൽ അത് റിപ്പീറ്റ് അത് ചെയ്യുകയാണ്. അപ്പം മോൾ അത് രണ്ടും ചെയ്യുമ്പോൾ അത് ചില പാട്ടുകൾക്ക് ആ ഒരു ഡ്യുവറ്റായി ഇരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. ഇതിലെ എല്ലാ പോയിന്റ്സും സാറ് പറഞ്ഞു കഴിഞ്ഞു.
അപ്പം എനിക്ക് ആ സ്വരങ്ങൾ പാടിയതുകൊണ്ടാണ് സരി സരി മരി സ ദാ ദാ. അപ്പം ആ എന്താണോ സ്വരം പാടുന്നത് അത് തന്നെയാണ് ആലാപനത്തിൽ വരേണ്ടത്. പക്ഷെ അതിൽ അതൊക്കെ സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഒരു കൃത്യത വന്നില്ല പാടിയതിനകത്ത്. അപ്പം അതൊന്നും മോള് ശ്രദ്ധിക്കണം. എനിക്ക് ശ്വാസവും കുറച്ച് പ്രോബ്ലം ആയിട്ട് തോന്നി. ഇതിൻ്റെ ഇടയിൽ ചില വരികൾ പാടും, മോള് കുറേ മുറിച്ച് മുറിച്ച് പാടുന്നുണ്ട്. ഇത് ഒറ്റ ശ്വാസത്തിൽ പാടാൻ ശ്രമിക്കണം ചില ലൈൻസ്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. കാരണം ആ എന്തൊരു മനോഹരമായ പാട്ടാണ് അത്. ഗൗരിക്ക് പറ്റും, യു ക്യാൻ. ഇന്നെന്തോ നമ്മുടെ ദിവസമായിരുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്കതങ്ങ് മറക്കാം. പക്ഷേ മോൾ ഇനിയും പ്രാക്ടീസ് ചെയ്യും. ഈ പാട്ട് തന്നെ മോൾ ഇനിയും യു ഷുഡ് ട്രൈ ടു സിംഗ് നന്നായിട്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സർ. ഗൗരി, സാർ. ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതല്ല. കുഴപ്പമില്ല സാർ. മാക്സിമം ഐ ക്യാൻ ഗിവ് യു 8. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ശരത് സർ. എന്തോ മഞ്ചരിയുടെ അമ്മൂമ്മയ്ക്ക് എന്നാ ഗൗരി പെണ്ണേ, മാം. ഗൗരിക്ക് ഈ പെർഫോമൻസിന് 8 മാർക്ക്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 16. താങ്ക് യു. ഓക്കേടാ.